ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മളെ കേരാഫെഡ് എക്സാം ഇങ്ങ് വന്നെത്തി അല്ലേ. നമുക്ക് പറയാൻ ഇനി എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ കേരാഫെഡ് എക്സാമിന്. അപ്പൊ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയിലൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ കയ്യിലേക്ക് എത്താൻ വേണ്ടി പറ്റും അല്ലെ. നമുക്കറിയാം കേരാഫെഡ് പോലെ തന്നെ CSEB എക്സാം ഉണ്ട്. ഇതിന് രണ്ടിനും ഒരുമിച്ച് പഠിക്കുന്നവർ എന്ത് ചെയ്യും, നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. ഒരുമിച്ച് പഠിക്കുന്ന പോലെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. സോ ഇവർക്ക് രണ്ടാക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. കാരണം അതിനനുസരിച്ചുള്ള ടോപ്പിക്കുകളാണ് നമ്മളെ സിലബസിലുള്ളത്. നിങ്ങൾക്കറിയാം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ കേരാഫെഡ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന പലരും ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ ഒരു എക്സാമിന്റെ സിലബസും മറ്റു കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, 30 ഡേ ബാച്ച്. അപ്പൊ ആ 30 ഡേ ബാച്ചിന്റെ കൃത്യമായ ടൈം ടേബിളുകൾ എങ്ങനെയാണ്, ആ ടൈം ടേബിൾ പ്രകാരം നമ്മൾ പോകുന്നത് എന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ എങ്ങനെ നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് ഇവിടെ കേരാഫെഡ് അക്കൗണ്ടന്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 30 ഡേയിലെ ടൈം ടേബിളിലൂടെ ഒന്ന് പോയി നോക്കാം അല്ലെ. നോക്കൂ, ഇവിടെ 30 ഡേ ആണ് വന്നിരിക്കുന്നത്. ഓരോ ഡേയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് നമുക്കറിയാം, നമ്മളെ സിലബസ് അനുസരിച്ച് കോർപ്പറേഷൻ വരുന്നുണ്ട്, ബാങ്കിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 20 മാർക്കിന് IT വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഡേയിലും പോയി നോക്കുന്ന സമയത്ത് ഡേ 1 നമുക്കറിയാം കോർപ്പറേഷന്റെ ഭാഗം, കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ് അവിടെ വരുന്നുണ്ട്. കൂടാതെ ബാങ്കിങ്ങിന്റെ രീതിയിൽ അവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അവിടെ വരുന്നുണ്ട് അല്ലെ, കൊമേഴ്ഷ്യൽ ബാങ്ക് വരുന്നുണ്ട്. ഇനി IT, ഞാൻ നേരത്തെ പറഞ്ഞു ITക്ക് എത്ര മാർക്കാണ്, 20 മാർക്കിന് IT ചോദിക്കുന്നുണ്ട് അല്ലെ. സോ ITക്ക് ഇവിടെ തുല്യമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർഡ്വെയർ എന്താണ്, അതേപോലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസുകൾ, ഇത്തരത്തില് ITയുടെ പേപ്പറും നമ്മളന്ന് ഒന്നാമത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലെ. ഡേ 2 തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം കോർപ്പറേഷന്റെ ഭാഗമായിട്ട് വരുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗം അവിടെ വരുന്നുണ്ട്. കൂടാതെ ബാങ്കിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് സെൻട്രൽ ബാങ്കിങ് അല്ലെ. നമ്മളൊക്കെ അറിയാം, ബാങ്കിങ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, സെൻട്രൽ ബാങ്ക് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളെ ബാങ്കിങ്ങിന്. നമുക്ക് ഇന്ത്യയിലാണ്, നമ്മൾ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം RBI, അതുപോലെ RBIന്റെ മറ്റ് നാൾവഴികൾ, RBIയുടെ മുന്നേ എന്തായിരുന്നു, RBI വന്നതിന് ശേഷം എന്തായിരുന്നു, പുതിയ പോളിസികൾ എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. സെൻട്രൽ ബാങ്കിങ് എന്ന രീതിയിൽ പഠിക്കും. ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ദെൻ ITയുടെ സെക്ഷൻ വരുമ്പോൾ അവിടെ എന്ത് വരും, സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലെ. ഇത്തരത്തില് ഓരോരോ ദിവസവും നല്ല രീതിയിലുള്ള, അതായത് ഈക്വൽ ആയിട്ടും നമ്മുടെ സിലബസിനനുസരിച്ചുള്ള ഏരിയകളെ കൃത്യമായ രീതിയിൽ ടൈം ടേബിൾ ചെയ്തുകൊണ്ടാണ് നമ്മളെ രീതികൾ പോകുന്നത് അല്ലെ. ഡേ 1, ഡേ 2 കഴിഞ്ഞു, ഡേ 3, ഡേ 4ലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ തന്നെ, കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രീ ലിബറലൈസേഷൻ പീരീഡ് ഉണ്ട്. കൂടാതെ കോപ്പറേറ്റീവ് ലോയിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോപ്പറേറ്റീവ് ആൻഡ് ഇന്ത്യ ഇൻ കേരള, അതായത് ഇന്ത്യയിലെയും കേരളയുമായി ബന്ധപ്പെട്ട കോപ്പറേഷന്റെ ഭാഗം വരെയുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. കൂടാതെ ITയുടെ സെഷനായിട്ട് പ്രോഗ്രാമിംഗ്, അറിയാം C++ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടല്ലോ. അത്തരത്തില് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോരോ ദിവസവും നല്ല രീതിയിൽ, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയകളെ ഓരോരോ ദിവസവും നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ 7 ദിവസം തുല്യമായിട്ട് പഠിച്ചു അല്ലെ. നമ്മളെ ഏരിയയിലുള്ള ടോപ്പിക്കുകൾ 7 ദിവസം തുല്യമായി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞാൽ 8ാമത്തെ ദിവസം നമുക്കൊരു റിവിഷൻ എക്സാം ഉണ്ട്. വെറുതെ പഠിച്ചു പോയോണ്ട് കാര്യമില്ല. ഈ പഠിച്ചു പോയ സാധനം എങ്ങനെ നമ്മൾ ആൻസർ കീയില് വരുന്നു അല്ലെ, ആൻസർ കീയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെടുത്തുന്നു, അതിലാണ് കാര്യം അല്ലെ. നമ്മൾ കറക്റ്റ് ആയിട്ട് കുറെ വായിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ എവിടെ, ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ നമ്മൾ ആൻസർ കീയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കാണിച്ചു കൊടുക്കണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടി തന്നെ 7 ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ 8ാമത്തെ ദിവസം നമ്മൾ വരുന്നു അതിന്റെ ഒരു എക്സാമുമായിട്ട്. കാരണം നമ്മൾ പഠിച്ചത് ഓക്കെ ആണോ, എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 8ാമത്തെ ദിവസം ഒരു റിവിഷൻ എക്സാം അവിടെ നടത്തുന്നുണ്ട്. അന്നത്തെ റിവിഷൻ എക്സാമിന്റെ ക്വസ്റ്റ്യനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാം കഴിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ലഭിക്കുന്നതായിരിക്കും അല്ലെ. അത് കഴിഞ്ഞാൽ ഓരോ രീതിയിലും, അതായത് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡേ 9 വരുന്നുണ്ട്. കൂടാതെ ബാങ്കിങ് ലെജിസ്ലേഷൻ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ ന്യൂ ജനറേഷൻ നമ്മൾ പറയാറില്ലേ അല്ലെ, ഇത്തരത്തിൽ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അല്ലെ. സൈബർ ക്രൈംസ്, സൈബർ ലോസ് എന്താ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സോ അതിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡേ 9 പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മളെ സബ്ജക്റ്റിനെ എല്ലാവിധത്തിലും നല്ല രീതിയിൽ തന്നെ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ ടൈമുകൾ കൊടുത്തുകൊണ്ട്
കൂടാതെ പീരിയോഡിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യത്തിനെ ഒന്നുകൂടി റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിവിഷൻ എക്സാം കൂടെ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത്തരത്തിൽ റിവിഷൻ എക്സാം മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഈ ഏരിയ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഇവിടെ റിവിഷൻ എക്സാം വരുന്നത് നമുക്കറിയാം, അതുവരെ പഠിച്ച ഏരിയയുടെ റിവിഷൻ എക്സാം വരുന്നുണ്ട്. സോ നമ്മൾ കൂടുതലും നമ്മൾ ഏരിയ ഒക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ ഏരിയയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേണ്ട കാര്യം എന്താ വെച്ചാൽ മോഡൽ എക്സാം ആണ്. മോഡൽ എക്സാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം എങ്ങനെയാണോ നമ്മൾ അവിടെ എക്സാം പോയി എഴുതുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊരു എക്സാം എഴുതി നോക്കാം. അങ്ങനെ 1 or 2 എക്സാം എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യം വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ബാങ്കിങ്ങിന്റെ കേസ് എടുത്താൽ സെൻട്രൽ ബാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലെ. നമുക്ക് IT കേസ് എടുക്കുന്ന സമയത്ത് സൈബർ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ചോദ്യം വരാം. കൂടുതൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതകൾ അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന് എങ്ങനെ നമ്മൾ ഉത്തരം കൊടുക്കണം, സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി അതിന് ആക്സെപ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി അതിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ആൻസറാണ് നമ്മളവിടെ എന്ത് ചെയ്യണം, പിക്ക് ചെയ്ത് എഴുതണം. സോ എന്നാൽ മാത്രമേ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ അതേപോലെ തന്നെയാണ് ഇത്തരത്തില് റിവിഷൻ കഴിഞ്ഞാൽ ഓരോരോ ഏരിയകളിലെ റിവിഷൻ, അതായത് IT ഏരിയയും കോർപ്പറേഷന്റെ ഏരിയയും ബാങ്കിങ്ങിന്റെ ഏരിയയും ഒരു ദിവസം നമുക്ക് റിവിഷൻ ചെയ്യുന്നു ഒന്നാകെ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ. അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ എക്സാം എഴുതുകയാണ്. എങ്ങനെയാണോ നമ്മൾ എക്സാം എഴുതുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മോഡൽ എക്സാം എഴുതുകയാണ്. തീർന്നില്ല, വീണ്ടും നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം, 2 മോഡൽ എക്സാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 2 മോഡൽ എക്സാം എഴുതേണ്ട കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെ ഉത്തരം എഴുതണം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെയാണ് നമ്മൾ 30 ഡേന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഏരിയനെയും, അതായത് നമ്മൾ പഠിക്കാനുള്ള എല്ലാ പോർഷനെയും ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനൊക്കെ എല്ലാ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. കൂടാതെ റിവിഷൻ എക്സാം, കൂടാതെ എന്താണ് മോഡൽ എക്സാം, ഇത്തരത്തിൽ വലിയൊരു, അതായത് വലിയെന്നല്ല നല്ലൊരു ടൈം ടേബിൾ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ടേബിൾ പ്രകാരമുള്ള കേരാഫിഡ് 30 ഡേ ക്രാഷ് കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 30 ദിവസം കൊണ്ട് അല്ലെ, 30 ദിവസം കൊണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്രാഷ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മറക്കണ്ട, 30 ഡേ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവട്ടെ അല്ലെ. 30 ഡേ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രാക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ ഈ ഒരു ക്രാഷ് കോഴ്സിന് മാക്സിമം ഉപയോഗപ്പെടുത്തുക, മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസിനും കൂടാതെ സഹകരണ മേഖലയിലെ പുതിയ നോട്ടിഫിക്കേഷൻ മറ്റും അറിയാനും കൂടുതൽ എക്സാമുകൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കാനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.